കേരളം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ റാഗിംഗ് ക്രൂരതയായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് എന്ന വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നത്. അതിന് പിന്നാലെ ഉണ്ടായ മരണം അത് ഇപ്പോഴും കേരള സമൂഹം മറക്കില്ല. സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ഒരാണ്ട് തികയുകയാണ് ഇന്ന്. പുത്തൻപുലരിയിൽ നമ്മളോടൊപ്പം മാതാപിതാക്കളും അമ്മാവനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ പ്രതികരിച്ച വാക്കുകളൊക്കെ തന്നെ ജനം കേട്ട് കാണും. എന്തായാലും അല്പസമയത്തിനകം തന്നെ സിദ്ധാർത്ഥിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചടങ്ങുകളൊക്കെ തന്നെ നടക്കുവാൻ പോവുകയാണ്. വലിയൊരു ജനസമൂഹം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കൾ, മറ്റ് ആളുകൾ എല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ ശാലിനി കൂടെ അവിടുന്ന് ചേരുകയാണ്. ശാലിനി, മറക്കില്ല ഒരിക്കലും സിദ്ധാർത്ഥിനെ കേരളം. ഓർമ്മകളുടെ ഒരാണ്ടാണ്. രാവിലെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ മാതാപിതാക്കൾ വിങ്ങിപ്പൊട്ടുകയാണ്. ഇപ്പോഴും ഒരു വർഷം പിന്നിടുകയാണ്, എന്നിട്ട് പോലും നീതി ലഭിച്ചിട്ടില്ല ആ കുടുംബത്തിന്. വീണ്ടും കേരളത്തിലെ കലാലയങ്ങൾ SFIയുടെ ക്രൂരതകൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും. രജനി, തീർച്ചയായും ഇന്ന് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ ഒരു ദുരന്തമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വളരെ ആക്റ്റീവായ, വളരെ സ്മാർട്ടായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി കൂടിയായിട്ടുള്ള സിദ്ധാർത്ഥൻ മരണത്തിന് കീഴടങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കുന്നതാണ്. ഒരു വർഷമായി ആ ഓർമ്മകൾക്ക് എന്നുള്ളത് വിശ്വസിക്കാൻ ഈ നാടിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ കുടുംബത്തിനോ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ നെടുമങ്ങാട് ശാഖയുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും അച്ഛൻ ജയപ്രകാശ്, അമ്മ ഷീബ, അമ്മാവൻ ഷിബു, ഇളയ സഹോദരൻ അടക്കമുള്ളവരെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവരൊക്കെ ഇവിടെ പുഷ്പാർച്ചന നടത്തുകയാണ്. ഇളയ സഹോദരനാണ്. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സഹോദരന്, ജ്യേഷ്ഠ സഹോദരന് അനുജൻ പുഷ്പവൃഷ്ടി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പുഷ്പങ്ങൾ അർപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു വർഷം പിന്നിടുന്ന ഈ ദിവസവും കുടുംബത്തിന് നീതി കയ്യെത്താ ദൂരത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടുള്ളത്. കാരണം ഈ ഒരു കേസ് തുടക്കം മുതൽ തന്നെ SFI ആണ് ഇതിൻ്റെ പ്രതിസ്ഥാനത്തുള്ളത്, അല്ലെങ്കിൽ SFIയുടെ പ്രതിനിധികളും പ്രവർത്തകരുമാണ് ഈ ഒരു കൊലയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നേർസാക്ഷ്യമായി തെളിഞ്ഞതാണ്. സാക്ഷിമൊഴികൾ, തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ അത് തെളിഞ്ഞതുമാണ്. പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിലും ഇടതുപക്ഷവും ഇടതു പ്രവർത്തകരടക്കമുള്ളവർ SFI പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള നിലപാട് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു. ഏറ്റവും ഒടുവിലായി നമ്മൾ കോടതിയിലും കണ്ടതാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു വരാനായി SFI പ്രവർത്തകർക്ക് വേണ്ടി ഇറങ്ങിയ അധ്യാപകരെയും ഇടത് നേതാക്കന്മാരെ അടക്കമുള്ളവരെ കേസ് പല ഘട്ടങ്ങളിലും SFIയുടെ സംസ്ഥാന നേതൃത്വവും തള്ളിക്കളയുന്നൊരു സാഹചര്യം. തങ്ങൾ ഇത്തരത്തിലൊരു കൊല നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ SFIക്ക് പങ്കില്ല എന്നൊക്കെ പഴിചാരാനും ചില പെണ്ണ് കേസുകളടക്കം മരണശേഷവും സിദ്ധാർത്ഥനെ പെടുത്താനും ഒക്കെയുള്ള ശ്രമം തുടക്കം മുതൽ SFI നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലായി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം MV ഗോവിന്ദൻ അടക്കം പറഞ്ഞത് ഒരു രീതിയിലും CPMനോ ഇടതുപക്ഷത്തിനോ SFIക്കോ ഈ കൊലയ്ക്ക് പങ്കില്ല എന്നുള്ളതാണ്. പക്ഷേ തെളിവുകൾ അത്തരത്തിൽ തന്നെ അല്ല. തെളിവുകളെല്ലാം തന്നെ SFIക്കെതിരാണ്, വിദ്യാർത്ഥികൾക്കെതിരാണ്, അധ്യാപകർക്കും ഡീനും വാർഡനും അടക്കമുള്ളവർക്കെതിരാണ്. എന്തായാലും ആ ഒരു സംഭവം നടന്ന ഈ ഒരു വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും സംസ്ഥാന വ്യാപകമായ റാഗിങ്ങുകളുടെ പരമ്പരയാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ ജനസമൂഹം മറക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഇന്നലെ രാത്രി പോലും പുറം ലോകത്തേക്ക് എത്തിയത്, തിരുവനന്തപുരത്ത് നിന്നും തലസ്ഥാനത്ത് നിന്നും കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും എത്തിയത് SFIയുടെ കൊടും ക്രൂരമായ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ്, റാഗിങ്ങുകളാണ് എന്നുള്ളതും നമ്മൾ ഓർക്കാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ആ സ്മൃതി മണ്ഡപത്തിൽ ആ ഓർമ്മകൾക്ക് മുൻപിൽ നാടും ജനതയും നാട്ടുകാരും കുടുംബവും ഒക്കെ പ്രണാമം അർപ്പിക്കുകയാണ്. ജനം TVയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത് ജനം TVയിലൂടെയാണ്. നെടുമങ്ങാട് നിന്നും എത്തിയ ഒരു ഫോൺ കോൾ, സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ്റെ സുഹൃത്ത് വഴി എത്തിയ ഒരു ഫോൺ സന്ദേശമാണ് നമ്മുടെ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന നമ്മുടെ മുതിർന്ന ജനം TVയുടെ കുടുംബാംഗത്തിന്. അവിടെ നിന്നും പിന്നീട് ആ വാർത്ത എൻ്റെ കൈകളിലേക്ക് എത്തുന്നു. ഞാനാണ് ആദ്യമായി ഇവിടെ എത്തിയ കുടുംബത്തിൻ്റെ പ്രതികരണം. വെറുമൊരു മരണമായി അല്ലെങ്കിൽ ആത്മഹത്യയായി എഴുതി തള്ളാൻ പോയൊരു കേസിനെ ജനങ്ങളിലേക്ക് എത്തിച്ചത് നമ്മളാണ് എന്നൊരു ചാരിതാർത്ഥ്യമുണ്ട്. ആ കേസിൻ്റെ നാൾവഴികളിലൊക്കെ ആ കുടുംബത്തിനൊപ്പം കൈകോർക്കാൻ ജനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ആ ദിവസം തന്നെ ഒരു വർഷം തികയുന്ന, സിദ്ധാർത്ഥൻ്റെ ഓർമ്മകൾക്ക് ഒരാണ്ട് തികയുന്ന ഈ ദിവസം ആൻറ്റി റാഗിംഗ്
റാഗിംഗ് ഡേ ആയി നമ്മൾ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ റാഗിങ്ങുകൾക്കെതിരെ ഒരു ദിനം ആചരിക്കുകയാണ്. എന്തായാലും ആ സമയത്തും ഞെട്ടിപ്പിക്കുന്ന റാഗിംഗ് വാർത്തകളാണ് സംസ്ഥാന വ്യാപകമായി വരുന്നത് എന്നുള്ളതും നമുക്ക് മറക്കാനാകില്ല. അല്പസമയം മുമ്പ് കുടുംബാംഗങ്ങൾ മുഴുവൻ ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നു വാർത്താപുലരിയിൽ. പുത്തൻപുലരിയിൽ അവർ പ്രതികരിക്കുമ്പോഴും നരഭോജികൾ എന്നല്ലാതെ ഈ ക്രിമിനലുകളെ ആ കുടുംബം വിലയിരുത്തുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ സ്വന്തം മകനെ അവർ ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് ഓർമ്മകളുമായി കോളേജിലേക്ക് അയച്ച, പഠിക്കാനും ചിത്രരചനയിലും മറ്റ് ആക്ടിവിറ്റീസിലും ഒപ്പം തന്നെ പ്രകൃതിയും ഒക്കെ ഒരുപാട് സ്നേഹിച്ച ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, ഒരു സഹപാഠിയൊക്കെ ആയിരുന്ന ആ സിദ്ധാർത്ഥനെ കോളേജിൻ്റെ ഹോസ്റ്റൽ മുറിയിൽ ഇല്ലായ്മ ചെയ്ത മുഴുവൻ പ്രതികൾക്കും കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നുള്ളതാണ് അമ്മ ഷീബ അറിയിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് സംസാരിച്ച അച്ഛൻ ജയപ്രകാശിൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ആ ഒരു കണ്ണീര് തളം കെട്ടിക്കിടപ്പുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് പോയി സ്വന്തം മകന് വേണ്ടി ചോര നീരാക്കി ജോലി ചെയ്യുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ച മകൻ പെട്ടെന്നൊരു നിമിഷം ഇല്ലാതായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ നരഭോജികളാൽ SFI പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ട അച്ഛൻ അന്ന് തകർന്ന ആ തകർച്ച, അതിൽ നിന്ന് ഇപ്പോഴും അവർ മോക്ഷമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. സ്വന്തം സഹോദരൻ, ഇളയ സഹോദരനുണ്ട് സിദ്ധാർത്ഥൻ. ആ ഇളയ സഹോദരനും ഇപ്പോഴും കണ്ണുകളിൽ നിന്ന് കണ്ണീര് വരുമ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ട കൂടെ എപ്പോഴും ഫുട്ബോൾ കളിക്കുന്ന, ചിത്രരചനയിൽ ഒപ്പം കൂട്ടുന്ന, അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ, ജ്യേഷ്ഠ സഹോദരനെ ഒക്കെയാണ് നഷ്ടമായത് എന്നുള്ളത് നമ്മൾ ഓർക്കപ്പെടേണ്ടതാണ്. എന്തായാലും ആ സ്മൃതിക്ക്, ആ ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. നാടും നഗരവും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളടക്കമുള്ള സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ ഇവിടെ എത്തി കുടുംബത്തിൻ്റെ സങ്കടത്തിലും ആ കുടുംബത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിലും ഒക്കെ ഒപ്പം ചേരുകയാണ്. ഒപ്പം തന്നെ നിയമസഹായവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഓർമ്മകൾക്ക് മുൻപിൽ ജനം ടിവിയും പ്രണാമം അർപ്പിക്കുകയാണ്. ഇനി ഒരു സിദ്ധാർത്ഥ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ കൂടി ജനം ടിവി ഈ ഘട്ടത്തിൽ എടുക്കുകയാണ്. രജനി, തീർച്ചയായിട്ടും ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നിമിഷത്തിൽ ജനം ടിവിയും അതീവ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും പല മാധ്യമങ്ങളുടെ മുന്നിലും ഇവർ തട്ടിയിട്ട് പോലും ആരും ഈ വാർത്ത പുറം ലോകത്തെത്തിക്കാൻ അവിടേക്കൊന്ന് പോവുകയോ അല്ലെങ്കിൽ ആ വാർത്ത എടുക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോഴും ധീരമായ നിലപാട് സ്വീകരിച്ചത് ജനം ടി വി തന്നെയാണ്. ജനം ടി വിയാണ് ആ വീട്ടിലെത്തി എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിച്ചത്. അതിന് പിന്നാലെയാണ് നടപടികളിലേക്ക് പോലീസ് പോലും കടക്കുന്നത്. അപ്പോഴും സർക്കാർ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിനൊപ്പമെന്ന് പറയുകയും നീതി ലഭ്യമാകാതെ പോവുകയും ചെയ്യുന്നു. പുറത്ത് ഇനിയും നിരവധി പ്രതികളുണ്ട്. പ്രധാന പ്രതിയായിട്ട് രാവിലെ പുത്തൻപുലരിയിൽ നമ്മളോടൊപ്പം സിദ്ധാർത്ഥൻ്റെ പിതാവ് പറഞ്ഞൊരു പേരുണ്ട്, അക്ഷയ്, ബിൻസി. ഇവരുടെ പങ്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഈ ഒരു സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഇവർ പ്രതികളാണ് എന്ന് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് നമ്മളോട് പറഞ്ഞത്. അക്ഷയെ സംരക്ഷിച്ചത് MM മണി MLA ആണ് എന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി രാവിലെ പുത്തൻപുലരിയിൽ. എന്തായാലും ഇപ്പോഴും സർക്കാർ ഇതിൽ കണ്ണടക്കിയോ തന്നെയാണ്. ഒരു വർഷം പിന്നിട്ടിട്ട് പോലും സിദ്ധാർത്ഥന് നീതി ലഭിച്ചിട്ടില്ല. ഈ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പുവാനും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പം ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരു സിദ്ധാർത്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഓരോ ദിവസവും സംസ്ഥാനത്തെ കലാലയങ്ങൾ നടക്കുന്നത് SFIയുടെ അതിക്രൂരമായ വാർത്തകൾ തന്നെയാണ്. ഏറ്റവും അവസാനമായി ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിൽ കൂടെ അതിക്രൂരമായ റാഗിംഗ് വാർത്ത നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നാലും ഒരിക്കൽ കൂടെ ശാലിനിക്ക് കൂടെ ഒരു സല്യൂട്ട് നൽകുകയാണ്. ശാലിനിയാണ് സിദ്ധാർത്ഥൻ്റെ നെടുമങ്ങാട് വീട്ടിൽ പോയി വാർത്ത പുറം ലോകത്ത് എത്തിച്ചത്. ജനം ടി വിയാണ് ഈ വാർത്ത പുറം ലോകത്ത് എത്തിച്ചതെന്ന് അഭിമാനകരമായിട്ട് തന്നെ പറയുകയാണ്. എന്തായാലും സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഒരാണ്ട് തികയുകയാണ്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ആ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്.